ഞാനൊരു വിശുദ്ധനൊന്നുമല്ല. കാരണം ഞാൻ പലപ്പോഴും പെട്ടെന്ന് ദേഷ്യം വരുന്ന ഒരു പ്രകൃതിയുള്ളൊരു മനുഷ്യനാണ്. കാരണം എനിക്ക് ജോയ്സി എത്ര ഞാൻ ദേഷ്യപ്പെട്ടാലും വളരെ കൂളായിട്ട് അതിനെ സംസാരിക്കാൻ വേണ്ടി പരിശ്രമിക്കും. എന്നാലും ഞാൻ ദേഷ്യപ്പെടും. കാരണം വെച്ചാൽ എൻ്റെ ഫസ്റ്റ് ദേഷ്യം തന്നെയാണ്. അത് മാറ്റി വയ്ക്കാൻ എനിക്ക് പറ്റില്ല. പലപ്പോഴും ദേഷ്യപ്പെടുന്നത് എല്ലാവർക്കും അറിയാൻ പറ്റും. പെട്ടെന്ന് ഞാൻ ദേഷ്യപ്പെടും. അപ്പോൾ എനിക്ക് ജോയ്സിൻ്റെ ഇതിൽ നിന്ന് മനസ്സിലായത് എൻ്റെ ദേഷ്യം എനിക്ക് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ആളെ ദൈവം തന്നു. അതിലൂടെ ഞാൻ കുറച്ചൊക്കെ ദേഷ്യം കൺട്രോൾ ചെയ്യുന്നുണ്ട്. പിന്നെ ജോയ്സിൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ നമ്മൾ എത്ര ദേഷ്യപ്പെട്ടാലും ആൾ ദേഷ്യപ്പെട്ടില്ല. ആൾ അതിലും കൂടായിട്ട് സംസാരിക്കും. അപ്പോൾ എനിക്ക് ഇതിലൂടെ ദേഷ്യം കൂടും. അതാണ് സംഭവിക്കാറ്. പിന്നെ ജീവിതത്തിൽ വളരെ ബുദ്ധിമുട്ടിലൂടെ കടന്നുപോയി. എനിക്ക് ചെയ്യാൻ പറ്റാവുന്നത് ഞാൻ ചെയ്തിട്ടുണ്ട്. പക്ഷേ ചില സമയത്ത് ഞാൻ പലപ്പോഴായിട്ട് ഇപ്പോൾ റീസെൻ്റ്ലി ആയിട്ടും ഞാൻ ദേഷ്യപ്പെടാറുണ്ട്. കാരണം ഞാനൊരു പച്ച മനുഷ്യനാണ്. എനിക്കത്രയ്ക്ക് എന്താ പറയുക എളിമപ്പെടാനോ സാധിക്കാറില്ല. ഞാൻ പെട്ടെന്ന് ദേഷ്യപ്പെടുന്ന വ്യക്തിയാണ്. അപ്പോൾ എല്ലാവരും എനിക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുക. ഓക്കെ. ജോയ്സിയുടെ ഓർമ്മയൊക്കെ ജോയ്സിക്ക് വേണ്ടി എനിക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ഞാൻ മാക്സിമം എന്താ ഹോസ്പിറ്റലിൽ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ മാക്സിമം അവൾക്ക് ചെയ്യാൻ പറ്റാവുന്നതിൻ്റെ മാക്സിമം നമ്മൾ ചെയ്തു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ദൈവം ഈശോയുടെ അടുത്തേക്ക് അവളെ കൊണ്ടുപോയി. അവൾ പോകാൻ എനിക്കത് പിടിച്ചു വയ്ക്കാൻ പറ്റില്ല. സ്വർഗം നമുക്ക് പണിയാൻ പറ്റില്ലല്ലോ. സ്വർഗം തന്നെയാണ്. അപ്പോൾ ജോയ്സിക്ക് സ്വർഗമാണ് വേണ്ടത്. അപ്പോൾ എനിക്കത് പണിയാൻ പറ്റില്ല. അപ്പോൾ അവൾ സ്വർഗത്തിൽ പോയി. അതാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഓക്കെ.